മഞ്ജു വാര്യർ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്തായിരിക്കും? പടക്കം പടക്കം പൊട്ടുന്നത്. ഡാർക്ക്നെസ് എനിക്ക് ഓക്കെയാണ്. അവാർഡ് ഷോയ്ക്കൊക്കെ ഏത് അവാർഡ് ഷോ എടുത്താലും എന്റെ ഒരു വിഷ്വൽ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിലുള്ള സദാചാരം കാലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ഫുട്ടേജിന്റെ പോസ്റ്ററിന്റെ താഴെ ഒന്നും അല്ലല്ലോ ആദ്യമായിട്ട്. പിന്നെ ഞാനും പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫേസിലാണ്. അല്ലേ, ഇതിന് പേരില്ല. പേരില്ലേ? ഇല്ല, പേരില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ. സൂം ചെയ്ത് ഫോട്ടോ അതായത് അവരുടെ ക്യാമറകളിൽ എന്താണോ പതിഞ്ഞിരിക്കുന്നത് അതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതൊക്കെ കാണേണ്ടിയും വരും. നിങ്ങളെ മൊബൈൽ അല്ലെങ്കിൽ എന്റെ മൊബൈൽ ഒരു പെട്ടെന്ന് വെൽക്കം മഞ്ജു വാര്യർ ആൻഡ് ടീം ഫുട്ടേജ്. സ്വാഗതം ചേച്ചി. താങ്ക് യു സോ മച്ച്. ഈ നമ്മൾ ഈ പോസ്റ്റർ ശ്രദ്ധിക്കുമ്പോൾ പടത്തിന്റെ സെൻസർ കഴിഞ്ഞിട്ടില്ലല്ലോ, അതിന് മുന്നേ തന്നെ അണിയറ പ്രവർത്തകർ 18+ എന്ന് വയ്ക്കുക എന്നുള്ളൊരു ധൈര്യം എങ്ങനെയാണ്? അതൊരു ധൈര്യത്തിനെക്കാട്ടിലും ഉപരി അതൊരു ഉത്തരവാദിത്വം കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ സിനിമകൾ പതിവായിട്ട് കാണാൻ സാധാരണയായിട്ട് കാണാൻ വരുന്നത് കുടുംബങ്ങൾ ഒന്നടങ്കമാണ്. അത് കുഞ്ഞുങ്ങളും അപ്പൂപ്പൻ അമ്മൂമ്മ തുടങ്ങി മുഴുവൻ കുടുംബമായിട്ട് വന്ന് കാണുന്ന സിനിമകളാണ്. എന്നാൽ ഈ സിനിമയുടെ ഒരു പ്രകൃതം അതിനോട് യോജിക്കുന്നതല്ല, അതിന് കുറച്ച് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് അത് പറയാൻ അർഹതയുള്ളവർ ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരിയും ഒക്കെയാണ്. അപ്പം അത് മുൻകൂട്ടി എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാനുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ 18+ എന്നുള്ളത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 18+ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലത്, ഇപ്പോൾ ബ്ലഡ്, വയലൻസ്, ഫൗൾ ലാംഗ്വേജ്, ന്യൂഡിറ്റി, അങ്ങനെ പലതും പറയാം. ഇതിൽ ഏതാണ് ഈ പടത്തിൽ കുറച്ച് കൂടുതലായിട്ടുള്ളത്? അത് ഒന്നാമത് ഇപ്പോൾ അതങ്ങനെ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഇത് ഫൗണ്ട് ഫുട്ടേജ് ജോനർ എന്ന് പറയുന്നത് ആക്സിഡൻ്റലി കിട്ടുന്ന വിഷ്വൽസ് അല്ലേ, അപ്പോൾ അതിനകത്ത് എന്തും വരാമല്ലോ. അപ്പോൾ ഒന്ന് അതിനൊന്നും അങ്ങനെ കാണേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാമിലി ഓഡിയൻസിനുള്ളൊരു സിനിമ അല്ല എന്ന് തന്നെയാണ് നിങ്ങളും പറയുന്നത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഫാമിലി ഇപ്പം നമ്മളുടെ ഓരോ എന്താ പറയുക, നമ്മളുടെ ഓരോ ആൾക്കാരുടെയും മൊബൈൽ ഫോൺ ഇപ്പം നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങളെ മൊബൈൽ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ, അത് ആ സുമേഷിന്റെ ഒരു പെട്ടെന്ന് വേറൊരാളിന് ഇതിപ്പോ ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള കണ്ടന്റ് വേറൊരാൾക്ക് കിട്ടുമ്പോൾ അയാൾ കാണുന്നതാണ് ഈ സിനിമയുടെ സ്വഭാവം. അപ്പൊ അതിലെന്തൊക്കെ ഉണ്ടാവാം, എല്ലാത്തരം നമ്മൾ പലതരം എടുക്കില്ലേ. അതാണ് ഈ സിനിമയുടെ ജോണർ എന്ന് പറയുന്നത് ഫൗണ്ട് ഫുട്ടേജ് ആണ്. അത് ആദ്യം എടുത്ത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഫൗണ്ട് ഫുട്ടേജ് ആണ്, അതായത് 2 വ്ളോഗേഴ്സിന്റെ ക്യാമറയിൽ നിന്ന് കണ്ടു കിട്ടുന്ന ഫുട്ടേജിൽ കൂടിയാണ് ഈ സിനിമ തന്നെ പ്രേക്ഷകർ കാണുന്നത്. അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു ക്യാമറ ഇതിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഒരു സാധാരണ സിനിമകളിൽ കാണുന്നത് പോലെ വൈഡ് ഷോട്ട്, പിന്നെ ഒരു ക്ലോസ് ഷോട്ട്, എക്സ്ട്രീം ക്ലോസ്, അങ്ങനെയുള്ളൊരു ടെക്നിക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. വെറുതെ അല്ല, ടീസറിൽ കംപ്ലീറ്റ് സിനിമ ഫുൾ കയ്യിൽ നിന്ന് കിട്ടിയ വിഷ്വൽസ് ആയിരിക്കും നമ്മൾ കാണും. മുഴുവൻ സിനിമ അങ്ങനെ ചിലപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു ട്രൈപോഡിൽ വെച്ചിട്ട് അവരെടുത്തിട്ടുണ്ടാവും, അങ്ങനെയും വരാം. ചിലപ്പോൾ അവര് സെൽഫി ആയിട്ട് എടുത്തിട്ടുണ്ടാവും, അവരുടെ ലൈഫ്, അങ്ങനത്തെ ഒരു കളക്ഷൻ ഓഫ് വീഡിയോ ആയിരിക്കും. അപ്പൊ ശരിക്കും മേക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു, പാടായിരുന്നു? നല്ല പാടാണ്, പക്ഷെ എന്നാലും എഴുതാനായാലും പാടാം. ഇത് അതിൽ കൂടെ ഒരു കഥ പറയാൻ കുറച്ച് പണിയുണ്ട്. സാധാരണ സിനിമനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നത് അല്ലേ? അങ്ങനത്തെ നമുക്ക് സ്റ്റോറി ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതായത് ഒരു സീൻ എന്ന് പറയുന്നത് സിംഗിൾ ഷോട്ട്. ഓരോ സീനും അങ്ങനെയാണ് ഇതില്. അപ്പൊ എല്ലാ സീനിനും മുന്നേ റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഇനിയിപ്പോ ചില സീന് നമുക്കിപ്പോ കാറ്റ് വേണം, മഴ വേണം എന്നൊക്കെ പറയുമ്പോ അതിൽ എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ഇതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടേ. ഒരു ഗ്രൂപ്പ് കോർഡിനേഷൻ അല്ലേ, അപ്പൊ അങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ്. ആ രീതിയിൽ നോക്കുമ്പോ നമുക്ക് സിംഗിൾ ടേക്ക് എടുക്കുമ്പോ മൊത്തം ക്രൂവിന്റെ ഒരു കൊറിയോഗ്രാഫി ഓരോ ഷോട്ടിലും വേണമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നോർമൽ എടുക്കുന്നതിലും കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത സിനിമയാണെന്ന് പറയാം. നോർമൽ എടുക്കാൻ നേരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പകുതിയോളം നല്ലതാണെങ്കിൽ ബാക്കി നമുക്ക് വേറൊരു ആംഗിളിൽ നിന്ന് എടുത്ത് ഷൂട്ട് ചെയ്ത് തീർക്കാമല്ലോ. ഇതിൽ ആ ഓപ്ഷനില്ല. ശരിക്കും ചേച്ചി ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇപ്പം ആദ്യമേ തന്നെ ഡയറക്ടർ റൈറ്റർ ഇങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ? ഇപ്പം
ആ ഒന്നാമത്തെ സീൻ നമുക്ക് ട്രൈപോഡിൽ വെച്ചെടുക്കാം, രണ്ടാമത്തെ സീൻ കയ്യിൽ പിടിക്കട്ടെ, ഇതിന്റെ ഒരു കമ്പോസിങ് എങ്ങനെയായിരുന്നു ഓരോ സീൻ ടു സീൻ? അതെല്ലാം വളരെ വ്യക്തമായിട്ട് ഷെബുവും സൈജുവും എഴുതി കൃത്യമായിട്ട് ബൈൻഡ് ചെയ്ത സ്ക്രിപ്റ്റാണ് എനിക്ക് തന്നത്. അപ്പൊ അതിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇവരെങ്ങനെ ആലോചിച്ചെടുത്തു എന്നുള്ളതായിരുന്നു എന്റെ അത്ഭുതം. ഇവൻ ചേച്ചിക്ക് പറഞ്ഞു മനസ്സിലാക്കാനാണ് നമുക്ക് കഥ പറയാൻ പോകുമ്പോ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അത് ഒരാളടുത്ത് നമുക്കിത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ എല്ലായിടത്തും വായിക്കൂ എന്ന് പറയുന്നത് നമ്മള്. വായിച്ചാലേ പറയുമ്പോ അവർക്ക് ഇങ്ങോട്ട് ചോദിക്കും, അപ്പൊ അത് എവിടെ നിന്ന് എടുക്കും, നമ്മൾ അത് പറയുമ്പോ കഥയെന്ന് പോകും, പുറത്തു പോകും, അങ്ങനൊക്കെ. അപ്പൊ താക്കോല് അതേ അവസ്ഥയാണ്. അതായിരുന്നു അവസ്ഥ നറേഷന്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ ഇപ്പം എഴുതി പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഇപ്പൊ ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സീൻ ഇപ്പം നമ്മളിപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലാണെന്ന് വെച്ചോ, അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണോ രണ്ടാമത്തെ സീൻ പോകുന്നത്? അത് നിങ്ങൾ തമ്മിലുള്ള ഇതിലൊരു കമ്പോസിങ് ഉണ്ടല്ലോ, നമുക്ക് ഒരു സീൻ ഇങ്ങനെ പോയി, ഇനി അടുത്ത സീനിലൊരു മാറ്റം വേണം, നമുക്ക് ക്യാമറ ട്രൈപോഡിൽ ഇരുന്നോട്ടെ അല്ലെങ്കിൽ മൊബൈൽ ട്രൈപോഡിൽ ഇരിക്കട്ടെ, അപ്പോൾ അതിൻ്റെ കമ്പോസിങ് ഞാൻ ചോദിച്ചത്. അതിന് കമ്പോസിങ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു സീൻ എഴുതി അതിന്റെ ബാക്കി പോലെ ഈ സിനിമയുടെ നറേഷൻ പറ്റില്ല, ഒട്ടും ലീനിയർ അല്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ നോക്കുമ്പോൾ ഇങ്ങനെ പോയി പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ മൊബൈലിൽ നമ്മൾ ഫോട്ടോസ് മാറി മാറി നോക്കുന്ന, അതിൽ നിന്ന് ശരിക്കും നമുക്കൊരു കഥ നമ്മളും കിട്ടുകയാണ്. ഇപ്പൊ അങ്ങനെ ഈ സിനിമയിൽ ഇപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ വിഷ്വൽസും ഉണ്ടാവും. കാര്യം നേരെ നമുക്ക് കഥ മാത്രം പറഞ്ഞു പോകാൻ പറ്റത്തില്ലല്ലോ, അവരുടെ ജീവിതം, അവരെന്തൊക്കെ ചെയ്യണേ, അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഇതൊരു സാധാരണ സിനിമയുടെ ഒരു എന്താ പറയാ ഒരു ഫോർമുല അല്ല, പാറ്റേൺ അല്ല. എക്സ്പെരിമെന്റൽ സിനിമ എന്ന് പറയാൻ പറ്റും, അങ്ങനെയും പറയാം, എക്സ്പെരിമെന്റൽ എന്ന് പറയാം. വളരെ പുതിയൊരു തോട്ടാണ്. എനിക്ക് മലയാളത്തിന് ഇതിനു മുമ്പ് ഞാനൊരു അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ലാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ തെറ്റായിട്ടുള്ള അറിവായിരിക്കും. ഫൗണ്ട് ഫുട്ടേജ് ഒരു സിനിമയുണ്ട്, പക്ഷെ അതും ഇന്റർകട്ടൊക്കെ പോയിട്ടുണ്ടോ, മ്യൂസിക് യൂസ് ചെയ്തിരുന്നു, നമ്മൾ അതൊന്നും ഇല്ല, മ്യൂസിക് ഇല്ലല്ലോ, അങ്ങനൊന്നുമില്ല, യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെന്താണ് പിന്നുള്ളത്, ഇതാണ് യൂസ് ആണ്. അത് അതിന്റെ ജോണർ ഫൗണ്ട് ഫുട്ടേജ് അല്ല, അതിന്റെ ജോണർ റെക്കോർഡഡ്, അതൊരു അതെ ഫൗണ്ട് ഫുട്ടേജ് അല്ല, സ്ക്രീൻ ലൈഫ്. സ്ക്രീൻ ലൈഫാ. ഓക്കെ, ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ. ത്രില്ലർ ആണോ അത് പടം ശരിക്കും? എല്ലാം ഹൊറർ ആണോ? എന്താണ് ജോണർ? ഇതൊരു അങ്ങനെ ഒരു മിസ്റ്ററി എന്ന് പറയാം, ത്രില്ലർ എന്ന് പറയാം, സസ്പെൻസ് വേണമെങ്കിൽ പറയാം, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമ ആയിട്ടാണ്. പിന്നെ ഞാനും ഇത് ആദ്യത്തെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഞെട്ടിയാണ്. മഞ്ജു വാര്യരുടെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വരുന്നു. അപ്പൊ നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് ഉണ്ട്, പക്ഷെ അതൊന്നും അല്ല. എല്ലാവരും മഞ്ജു ചേച്ചിയാണോ? അല്ലല്ല, വേറെ ആരാണ്ട. എല്ലാവരും ഒന്ന് ഞെട്ടി. സൂം ചെയ്ത് നോക്കണ്ട, അത് മഞ്ജു എല്ലാവരും ഞെട്ടി. കാരണം ചേച്ചിയുടെ പടത്തിന്റെ പോസ്റ്റർ ഓക്കെ, ഇതങ്ങനെ അല്ലല്ലോ പറയുന്നത്. ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്തു. കുറെ പേര് വിചാരിച്ചത് മഞ്ജു ചേച്ചി ആണെന്ന് തന്നെ കുറെ കമന്റ്സിലും വന്നു. അത് മഞ്ജു വാര്യർ അല്ല, പിന്നെയാണ് അത് ഗായത്രി അശോക്. ഇത് അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് ഒക്കെ ഈ എന്താ പറയുക, ഈ സൈബർ ഇടത്തിൽ ഒരുപാട് സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ചീത്തവിളികളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് അതിനൊക്കെ നേരിട്ടത്? അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? കാരണം നമ്മളുടെ സിനിമ, നമ്മളുടെ ഇപ്പം എത്ര ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സദാചാരവാദി ഉണ്ട്. അപ്പം അത് നമുക്ക് മുഖമില്ലാത്ത ഐഡിയകൾ കൂടെ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവില്ല അതിന്റെ താഴെ? കമന്റ്സ് ആക്ച്വലി വന്നു, പക്ഷെ ഐ തിങ്ക് ഏതൊരു സിറ്റുവേഷനും എപ്പോഴും ആൾക്കാർ രണ്ട് സൈഡ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്. സോ ഐ ഓൺലി ഫോക്കസ്ഡ് ഓൺ ദി പോസിറ്റീവ് സൈഡ്, ബിക്കോസ് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനാണ് ഈ നെഗറ്റീവ് സൈഡ് നോക്കേണ്ടത്? അപ്പൊ ഞാനത് കംപ്ലീറ്റ്ലി ആ ഒരു ഏരിയ കട്ട് ഓഫ് ചെയ്തിട്ട് ഇത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തുള്ളൂ. ബിക്കോസ് ഒരുപാട് അപ്രീസിയേഷൻ വന്നിരുന്നു ആ പോസ്റ്ററിന് റിലീസിന് ശേഷം. ഇഗ്നോർ ചെയ്യാം, മാക്സിമം ലൈക്ക് തിക് സ്കിൻ ആയിരിക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ചേച്ചിക്ക് മെസ്സേജ് അല്ല മഞ്ജു ചേച്ചി എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റർ? ഇല്ലില്ല, അത് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സുമേഷ് പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പോസ്റ്റർ കണ്ടപ്പോഴുള്ള. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിലുള്ള സദാചാരം കാലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ഫുട്ടേജിന്റെ പോസ്റ്ററിന്റെ താഴെ ഒന്നും അല്ലല്ലോ ആദ്യമായിട്ട്. എല്ലാത്തിലും എന്തിട്ട് കഴിഞ്ഞാലും എല്ലാ സിറ്റുവേഷനും ഉണ്ട് രണ്ട് സൈഡ് ഓഫ് പീപ്പിൾ ടോക്കിംഗ്. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും സംസാരിക്കാൻ ആൾക്കാരുണ്ട്. ചിരിക്കാന്നുള്ളതേ ഉള്ളൂ.
കുറെ കമന്റ് ഒക്കെ ഞാൻ നോക്കി ചിരിക്കുന്നത്, അത് പറയാൻ പറ്റാത്ത കമന്റ്സ് ആണ്. പക്ഷെ പിന്നെ അത് ഇവിടെ അല്ലേ, നമ്മളിപ്പം ഇതേ പോസ്റ്റർ ഹോളിവുഡിലുണ്ട്, ആർക്കും ഈ പറയുന്ന കമന്റ് ഇടുന്നവർക്ക് പോലും അതൊരു മാറ്റർ അല്ല. അതാ മലയാളത്തിൽ എന്തോ ഒരു അത് നമ്മളുടെ ഇവിടുത്തെ ഭയങ്കര കാബഡി കൂടിയിട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹോളിവുഡ് പറഞ്ഞപ്പോൾ അത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോളിവുഡ് സിനിമ വരുമ്പോൾ അതിൽ കുറച്ചൊരു ന്യൂഡ് കണ്ടന്റ് ഉണ്ടാവും, അതിൽ കുറച്ച് ഫൗൾ ലാംഗ്വേജ് ആണ്. നമ്മുടെ മലയാളി ഓഡിയൻസ് അത് പ്രഡിക്റ്റഡ്, അത് കാണാൻ പോകാൻ നമുക്ക് ഓക്കെയാണ്. ഇപ്പോൾ നമുക്കത് ഫാമിലി ആയിട്ട് പോകും, അല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെ പോകും, ഇപ്പോൾ കപ്പിൾസ് ആയിട്ട് പോകും, അങ്ങനെ അവർക്കത് ഓക്കെയാണ്. ആ വരുന്ന ഓഡിയൻസ് അങ്ങനെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ ഇതിപ്പോൾ 18+ തന്നെ അണിയറപ്പുറത്തിൽ എടുത്ത് പറയുന്ന ഒരു സിനിമ, ഇതിലെല്ലാ കണ്ടന്റുകളും സംസാരിക്കുന്ന ഒരു സിനിമ, ഒരു മലയാള സിനിമ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ മലയാളി ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കുന്നുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? കാരണം ഇംഗ്ലീഷ് സിനിമ വരുമ്പോൾ അവർ ഓക്കെ, അത് ഇംഗ്ലീഷ് സിനിമയാണ്, ഒരു പ്രശ്നമില്ല. മലയാളി ഇങ്ങനെ ഒരു പരീക്ഷണം മുതിരുമ്പം അതിനോട് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളൊരു ഡൗട്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട കുട്ടികളാണ് ഇപ്പൊ ഈ പറയുന്ന പുതിയ കുട്ടികൾ. ഭയങ്കര ഓക്കെ ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് ഈ പറയുന്ന അമിതമായിട്ട് ഈ സോഷ്യൽ സദാചാരത്തിന്റെ ഉള്ളിൽ പെട്ടിട്ടല്ല. അവർ കുറച്ചുകൂടി ഓപ്പൺ ആണ്, അവർ കുറച്ചുകൂടി അവെയർ ആണ്. പിന്നെ അവർക്ക് ഇഷ്ടമാണ്, പുതിയ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല സത്യം പറഞ്ഞാൽ. നമുക്ക് യൂത്തിൽ നല്ല ഹോപ്പ്ഫുൾ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരു സിനിമയുടെ, അത് മഞ്ജു വാര്യർ സെൻട്രൽ കഥാപാത്രമാവുന്ന ഒരു സിനിമയുടെ ടീസർ വരുന്നു. അതിൽ അവസാനം ഒരു 10 സെക്കൻഡിനുള്ളിൽ മാത്രം അതിൻ്റെ ലീഡ് ക്യാരക്ടറിനെ കാണിക്കുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുക, ഇപ്പോൾ വരും ചേച്ചി, അടുത്ത ഷോട്ടിൽ ഇപ്പോൾ വരും, കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമല്ലോ, വന്ന് ഏറ്റവും ലാസ്റ്റാണ് കാണുന്നത്. ആ ഒരു ഡിസിഷൻ ബോധപൂർവമായിരുന്നു, അത് പർപ്പസ്ഫുള്ളി കാര്യമായിട്ടൊന്നും പുറത്ത് വിടാതെ ഇരിക്കാനുള്ളൊരു എന്തായിരുന്നു അത്? ഇതിലങ്ങനെ ഒരു കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി അങ്ങനെയില്ല. ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. വിശാഖും ഗായത്രിയും ആണ് ഞങ്ങൾ 3 പേരും. പിന്നെ വളരെ കുറച്ച് കഥാപാത്രങ്ങളെ ഈ സിനിമയിലുള്ളൂ. അപ്പോൾ അത് ഈ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ആ ട്രെയിലറിൽ കാണിച്ചതുപോലെ കാണിച്ചതെന്നും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ മറ്റേ കുതിരവട്ടം പപ്പു അദ്ദേഹം പറഞ്ഞു, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ കഥ മാറിയാൽ കഥ കഴിഞ്ഞു പോയി, അതെല്ലാവർക്കും മനസ്സിലാവും, അതുകൊണ്ട് ഒന്നും വിട്ടു പറയുന്നില്ല. ഓക്കെ, ഇത് ഇപ്പോൾ ഈ ഫോണിലെ ഫുട്ടേഴ്സാന്ന് പറഞ്ഞു. ഇപ്പം അതിൽ ഇവരുടെ ഫോണിൽ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിനെ കാണുന്നുണ്ട്. ഇപ്പം ഇവരുടെ ഫോൺ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ നോക്കി അതുവഴി കഥ അറിയുന്നതാണോ, അതെയോ മറ്റൊരു നാലാമത്തെ ആള് നാലാമത്തെ ഒരാള് ഫോൺ നോക്കിയിട്ട് അതുവഴി കഥ അറിയുന്നതാണോ? എങ്ങനെയാണ് കഥ പോകുന്നത്? ഇല്ല, ഒന്ന് ഫോണിലല്ല. ഫോൺ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ, ഇവര് 2 യൂട്യൂബേഴ്സ് ആണ്. അപ്പൊ അവർക്ക് അവരുടെ ക്യാമറയിൽ കിട്ടിയത് എന്തെല്ലാം ആണോ അതായിരിക്കും പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഈ കിട്ടാത്തത് കാണാനും പറ്റത്തില്ല. അതാണ് മഞ്ജു ചേച്ചിനെ നിങ്ങൾ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. അവരത്ര ഷൂട്ട് ചെയ്തോളൂ. അവർക്ക് അവരുടെ ക്യാമറകളിൽ പതിഞ്ഞിട്ടുള്ള ഫുട്ടേജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ അവരുടെ ക്യാമറകളിൽ എന്താണോ പതിഞ്ഞിരിക്കുന്നത് അതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും സ്ക്രീനിൽ അതൊക്കെ കാണേണ്ടിയും വരും. അതെ, കാണാൻ ഞങ്ങൾ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭയങ്കര ബോൾഡായിട്ടൊരു കഥാപാത്രമാണ് അതിനകത്ത്. അതെ അതെ, വെരി ഭയങ്കര എനിക്ക് ഭയങ്കര ഡിഫറെന്റും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. മാത്രമല്ല ഷൂട്ടിംഗ് ടൈമിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സൈതി ചേട്ടനൊക്കെ എന്നെ കൊണ്ട് മൂക്ക് ടിക്ഷ ഇങ്ങൊക്കെ വരച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബിക്കോസ് എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി കൂട്ടത്തിൽ എക്സ്പീരിയൻസ് കുറവ് എനിക്ക് തന്നെയായിരുന്നു. അപ്പം അത് എനിക്ക് മനസ്സിലാക്കാൻ തന്നെ ഒരു 1 വീക്ക് ടൈം എടുത്തു. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം റിഹേഴ്സൽ ഉണ്ടായിരുന്നപ്പോൾ കൂടെ റിഹേഴ്സൽ ടൈമിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു കുട്ടി സ്പേസിലായിരുന്നു. അപ്പം അതിൽ ഒബ്സ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് സെറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സെറ്റല്ല, ശരിക്കും കൊച്ചു ക്യാമറയിൽ ഒരു ഐഫോണിലും കൂടെ ഭയങ്കര വലിയ ക്യാമറ, അത് 2 യൂണിറ്റാ. ഒന്ന് ബോഡി വേറെ, കുറെ ആൾക്കാർ ചുറ്റും. അതെ അതെ അതെ, അങ്ങനെ അത് കാരണം കുറച്ച് കഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ എഫേർട്ട് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ. ഓക്കെ, ഈ ഇപ്പോൾ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു യൂട്യൂബ് ബ്ലോഗേഴ്സിന്റെ അതിൽ കൂടെയാണ് കഥ പോകുന്നത് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം നമുക്കത് കാര്യമായിട്ടൊരു ലൈറ്റിംഗ് കൊടുത്ത് ലൈറ്റിംഗിൽ ഫോക്കസ് ചെയ്ത് ഇപ്പം നോർമൽ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ലൈറ്റിംഗിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഓൾറെഡി അവര് താമസിക്കുന്ന സ്ഥലമേ അങ്ങനെ. നമ്മളിപ്പോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര രസമായിട്ടല്ലേ വീട് ലൈറ്റ് ചെയ്ത്, അധികം മറ്റിപ്പോ ട്യൂബൊന്നും അധികം ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മൾ ആ ലൈറ്റിംഗ് തന്നെ ഉപയോഗിച്ചല്ലോ. ഒരു 1 സൈഡ് ലൈറ്റും കളർഫുൾ ആയിട്ടുള്ള അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോർമലി പറഞ്ഞ ലൈറ്റിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. അന്നേരം കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ് ചേച്ചിയുടെ ക്യാരക്ടറിന്റെ പേരും ക്യാരക്ടറിന്റെ സ്വഭാവം.
അതില്ല സാർ ഇല്ല സാർ, എന്റെ ക്യാരക്ടറിന് പേരില്ല സാർ. അല്ല ഇതിന് പേരില്ല. പേരില്ലേ? ഇല്ല. പേരില്ല. പേരില്ല. അപ്പൊ ക്യാരക്ടറിന്റെ സ്വഭാവം അതുമില്ല. അതും നമുക്ക് ഒന്നും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ. വേഗം നേരെ പോയി ഫുട്ടേജ് കണ്ടു. പക്ഷേ ഇത് കണ്ടിട്ടൊന്നും എടുക്കേണ്ടി വരും. അതെ, ഇത് ശരിക്കും സിനിമ കണ്ടിട്ടാണ് ഇതിനെ ചേച്ചി നമ്മളോട് ചോദിച്ചാൽ മതി അത്. ഈ ക്യാരക്ടറിന്റെ പേര് പേരില്ല. പേരില്ലാത്തൊരു കഥാപാത്രമാണ്. പേരില്ല. ഓക്കെ. ശരിക്കും ഇത് ഇങ്ങനെ ഒരു കഥ മഞ്ജു ചേച്ചിയിലേക്ക് പിച്ച് ചെയ്യുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് ചേച്ചി ഇത് ഓക്കെ ആവും? കാരണം ഇതിൻ്റെ പല സൈഡും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പാടുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അത് എങ്ങനെയാണ് മഞ്ജു ചേച്ചിയിലേക്ക് എത്തിയത്? മഞ്ജു ചേച്ചിക്ക് അത് എത്തിച്ച് നമുക്ക് മഞ്ജു ചേച്ചിയിൽ ഒരു വിശ്വാസം ഉണ്ടല്ലോ. മഞ്ജു ചേച്ചിക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ചേച്ചിയുടെ തെരഞ്ഞെടുപ്പിൽ നിന്നാണെങ്കിലും പിന്നെ ചേച്ചിക്ക് അത് പുതിയൊരു പടമാണ്. എന്താ പറയുക, സിനിമനെ പറ്റി അറിയുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാവും എന്നുള്ള ഉറപ്പ് തന്നെയായിരുന്നു ചേച്ചിയിലേക്ക് എത്തിയത്. ചേച്ചി കഥ കേട്ടപ്പോൾ ഇത് ഓക്കെ ആവാനുള്ള ഒരു ട്രിഗർ എന്തായിരുന്നു? എനിക്ക് ഇതിൻ്റെ ഒരു പുതുമ തന്നെ തീർച്ചയായിട്ടും. പിന്നെ ഞാനും പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫേസിലാണ് ഉള്ളത്. അപ്പോൾ ചെയ്യുന്ന സിനിമകളാണെങ്കിലും വർക്ക് ചെയ്യുന്ന ടീമൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. ഇവരുടെ ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ളൊരു തോട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ തരത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ. അപ്പോൾ അതിൽ എൻ്റെ കഥാപാത്രവും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടേഴ്സ് എവിടെയൊക്കെയോ ഈ കഥാപാത്രത്തിനും ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് കൂടുതൽ പറയാൻ വയ്യാത്തത് കൊണ്ട് പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റും ആഗ്രഹങ്ങളും എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒക്കെ പുറത്ത് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ പ്രേക്ഷകരുടെ കയ്യിലാണ്. ഇത് നമ്മളിത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് എല്ലാ സിനിമയും ചെയ്യുന്നത് പോലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ പോസ്റ്ററുകളിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി അത് ക്യാരക്ടർ കഥയോട് ചേർന്നിട്ടുള്ളതാണോ അതോ വെറുതെ ആ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് വെച്ചതാണോ, എങ്ങനെയാണ്? ചേച്ചിയുടെ കഥാപാത്രമാണ് എന്താ പറയാ ആ കോസ്റ്റ്യൂമും തൊപ്പിയും അവരുടെ ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂമാണ് അത്. ക്യാരക്ടർ എന്ത് ജോലിയാണെന്നൊന്നും പറഞ്ഞില്ല, അതൊന്നും പറയാൻ പറ്റില്ല അല്ലേ? എന്താണെന്നറിയോ, ഇതിപ്പോ നമ്മൾ ആകെ 2 വരിയുള്ളൂ സത്യം പറഞ്ഞത്. എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാം നമ്മൾ എന്താണോ പറയേണ്ടത് വെച്ചാൽ അത് മുഴുവൻ പറയേണ്ടി വരും. ഞാൻ പ്രത്യേകം പറയാണ്ട് സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരു ഇന്റർവ്യൂ കൂടെ ഉറപ്പായിട്ടും ശരിക്കും ഇതിനെക്കുറിച്ച് ഈ സിനിമ കണ്ടിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സുമേഷിന് ഒരു ചോദിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടായേനെ, ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാനും ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ഞാനിത് ഇതിനകത്ത് ഹൊറർ ഉണ്ട്, ഹൊറർ ഇല്ല, ഹൊറർ ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഹൊറർ എനിക്ക് ഇത് കണ്ടപ്പോൾ ഹൊറർ ഒക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടായ ഒരു പാരനോർമൽ ആക്ടിവിറ്റി പറയാൻ പറ്റും? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്. ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ തന്നെ നിൽക്കുമ്പോൾ ഒരു ഡോർ അടഞ്ഞു പോയതായിരിക്കാം, ചിലപ്പോൾ തന്നെ അടഞ്ഞായിരിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നും ഒരു പക്ഷേ മേ ബി അതൊരു എന്താണെന്ന് തോന്നിയേക്കാം. അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചെറുപ്പത്തിലോ എന്തെങ്കിലും കൂടെ കടന്നു പോയിട്ടുണ്ടോ? ഒരു ചെറിയൊരു പാരനോർമൽ ആക്ടിവിറ്റി ഫീൽ, ഒരു നെഗറ്റിവിറ്റി? എനിക്ക് കേൾക്കുമ്പോൾ അതെന്തോ ഒരു നോർമൽ അല്ലാത്തൊരു ഫീൽ തോന്നും നമുക്ക്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അത് രാത്രി ഒരു ദിവസം ഇരുന്ന് കണ്ടിട്ട് അതിലൊരു കണ്ടുണ്ടോ ഫിലിം? അതിലിങ്ങനെ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞാണ്, അതിൽ ഇങ്ങനെ കരയും. ഈ സൗണ്ട് ഇങ്ങനെ സിനിമയിലുണ്ട്. ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരത്ത് പുറത്ത് മറ്റേ പൂച്ച ചെയ്ത സൗണ്ട് ഉണ്ടാക്കും. ഒരു കുട്ടികൾ കരയുന്ന സൗണ്ട് ഉണ്ടാക്കില്ല പൂച്ച? അയ്യോ, അങ്ങനെ പിടിച്ചു വിട്ടുണ്ട്. അല്ല അത് ശരിക്കും സിനിമ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അങ്ങനെ കേൾക്കുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ബേജാറാവും. അടുത്തത് നെക്സ്റ്റ്. എനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല, പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി. എനിക്ക് അങ്ങനെ ഈ ഒരു കൃത്യം അനുഭവം എന്ന് പറയാനല്ല, ഈ ചതുർമുഖത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് മറ്റു ഫ്രെയിമിൽ ഇട്ടിരിക്കുന്ന ഫ്രെയിം പെട്ടെന്ന് ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ ഫ്രെയിം വീഴുക, അങ്ങനെ ഇങ്ങനെ. ആ സമയത്ത് ഹൊറർ പടാവുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല. ഈ നമ്മള് ഗായത്രി ഇല്ല ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സൈഡിലേക്ക് ആരും നോർമലായിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ തമാശക്കാണെങ്കിലും എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞതാണ്, ഇപ്പോഴും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഒരു മുറിയിൽ നിന്ന് അപ്പുറം മുറിയിലേക്ക് പോകാൻ പേടിയുള്ള ആൾക്കാരാണ് എല്ലാവരും. ആണോ? എനിക്ക് അങ്ങനെ പൊതുവേ ഇല്ല. ഈ ഒരു ഹൊറർ സിനിമ ഇരുന്ന് കണ്ടു കഴിയുമ്പോൾ കുറച്ചു നേരം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ ഇങ്ങനെ ഒരു ശ്രദ്ധ പോവും, അത്രേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. ഞാൻ ഹൊറർ കാണാറേ ഇല്ല. ഇല്ല. ഇല്ല,
എനിക്ക് ലൈറ്റ് ഈ പറയുന്ന പ്രശ്നമുണ്ട്. ലിറ്ററലി എൻ്റെ റൂമിൽ എനിക്ക് ഡാർക്ക്നെസ്സിൽ ഉറങ്ങാൻ പറ്റത്തില്ല. എപ്പോഴും എൻ്റെ റൂമിൽ ലൈറ്റ് ഓൺ ആയിരിക്കും, ഫെയറി ലൈറ്റ് എന്തെങ്കിലും ഓൺ ആയിരിക്കും. അഥവാ ഈ റൂമിന് അപ്പുറത്ത് പോകണമെങ്കിൽ ഇതുപോലെ മറ്റേ ഫ്ലാഷ് പോകുന്ന പോലെയൊക്കെ ഞാൻ പോകും. ഡാർക്ക്നെസ് എനിക്ക് ഓക്കെയാ, ഡാർക്ക്നെസ് ഓക്കെയാണ്. അത് അതുകൊണ്ടായിരിക്കാം. മഞ്ജു വാര്യർ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്തായിരിക്കും? പടക്കം പടക്കം പൊട്ടുന്നത്. ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിക്കും. അതാണ് ഒരു കുട്ടിക്കാലം തൊട്ടേ ഉള്ളത്. ഇപ്പോഴും അവാർഡ് ഷോയ്ക്കൊക്കെ പോകുമ്പോ എന്നെ കണ്ടാ അറിയാലോ, ഞാൻ ഇങ്ങനെ ഇരിക്കാവോ. അവാർഡ് ഷോയ്ക്കൊക്കെ ഏത് അവാർഡ് ഷോ എടുത്താലും എന്റെ ഒരു വിഷ്വൽ ഇങ്ങനെ ഉണ്ടാവും. ഈ സ്റ്റേജിൽ മറ്റേ പൊട്ടുന്ന സാധനം ഭയങ്കര എക്സ്പ്ലോഷൻ സാധനം പേടിയാണ്. ഓക്കെ, അതെനിക്ക് ചെറുപ്പത്തിൽ പേടിച്ചതാ ഉള്ളിൽ കിടക്കുന്നതായിരിക്കും. പക്ഷെ പണ്ട് തൊട്ടേ അങ്ങനെയാ. അപ്പൊ വിഷുവിനൊന്നും പൊട്ടിക്കാറില്ല? ഞാൻ ആ ഭാഗത്തേക്ക് വിഷു, ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങൾ പോകാറില്ല.